നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിത് പറയാൻ പോകുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തിനെ കുറിച്ചിട്ടാണ്. ഈ മേടം മുതൽ കുംഭക്കൂർ വരെയുള്ള രാശികളുടെ ആ ഒരു സ്ഥിതി, മാറ്റത്തിന്റെ ആ ഒരു സ്ഥിതിയൊക്കെ ഞാൻ ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പൊ പറയാൻ പോകുന്നത് മീനൻ രാശിയെ കുറിച്ചിട്ടാണ്. മീനൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പൂരിട്ടാതി, കാല്, പുരുട്ടാതി ലാസ്റ്റ് പാദമാണ് കേട്ടോ, കാലല്ല, ലാസ്റ്റ് പാദമാണ്. ഉത്രട്ടാതി, രേവതി, ഇത്രയും നക്ഷത്രങ്ങൾ മീനക്കൂറിൽ പെടുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് 3-ലായിരുന്നു. ഇപ്പോൾ ഇനി ഇത് മെയ് 15-ാം തീയതിയിലേക്ക് ഇത് വ്യാഴം 4-ാം ഭാവത്തിലേക്ക്, ഇവരുടെ 4-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും കേട്ടോ. 4-ാം ഭാവം എന്ന് പറയുന്നത് നമ്മളെ കുടുംബസ്ഥാനാണ്. നമ്മളെ കുടുംബസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളെ അമ്മ, അനിയത്തി, അമ്മാവന്മാർ, അനന്തരവന്മാർ, പക്ഷി മൃഗാദികൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, ഇതെല്ലാം നമ്മുടെ 4-ാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ജാതകം എടുത്ത് നോക്കിയാൽ 4-ാം ഭാവത്തിനൊക്കെ അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. കാരണം 4-ാം ഭാവം എന്ന് പറയുന്നത് കുടുംബസ്ഥാനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥാനത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം. ഈ ഒരു 3-ാം ഭാവത്തിൽ നിന്നുള്ള 4-ാം ഭാവത്തിലേക്കുള്ള ആ 3-ൽ നിൽക്കുമ്പം ഉണ്ടായിരുന്ന ആ ഒരു ദുരിതപ്പാടൊക്കെ ഈ 4-ലോട്ട് മാറുമ്പം ഒരുവിധമൊക്കെ മാറും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3-ലെ ആ ഒരു വ്യാഴത്തിൻ്റെ സ്ഥിതി മാറി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസമാവും മീനക്കൂറുകാർക്ക് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഏതൊരു ദോഷഫലമാണെങ്കിലും നമ്മൾ ഈശ്വരവചനം ചെയ്യുന്നതനുസരിച്ചാണ് അതിന് കുറവ് വരുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും നമുക്ക് ദോഷ സമയം ഉള്ളപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാൻ പോലും ചിലപ്പം തോന്നിയെന്നിരിക്കില്ല. നമ്മൾ പോകാനായിട്ട് വിചാരിച്ചാൽ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാറാണ്. അപ്പോൾ ഈ ഒരു നമ്മളിത് അറിഞ്ഞിട്ട് നമുക്ക് ദോഷം ആണ് എന്ന് നമ്മളെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോഴേ നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം മീനക്കൂറുകാർക്ക് കുറച്ച് ആശ്വാസമാണ്. എങ്കിലും അതീവ ഗുണപ്രദം എന്ന് പറയാനൊന്നും പറ്റില്ല. 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും വ്യാഴം അതിൻ്റെതായ ദോഷഫലങ്ങളൊക്കെ തരും. എങ്കിലും നിങ്ങൾ ദോഷപരിഹാരം ചെയ്തിട്ട്, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നിങ്ങളെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക. അതല്ല വെച്ചാൽ മാസം തോറും പക്കപ്പിറന്നാൾ തോറും ഭഗവാന് പാലഭിഷേകം നടത്താം. ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, തുളസിമാല, നെയ്വിളക്ക്, നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാട് ഇന്നത് തന്നെ ചെയ്യണം എന്നില്ല. പക്ഷെ പൊതുവേ ഈ വ്യാഴം അനിഷ്ടഭാവങ്ങളിലോട്ടൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഭാഗ്യസുക്ത അർച്ചന നടത്തുന്ന ഒരു പതിവുണ്ട്. കാരണം അത് ഭാഗ്യം നമുക്ക് വന്നു ചേരാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു അർച്ചനയാണ്. അതിൻ്റെ സങ്കല്പമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നടത്താറുണ്ട്. പിന്നെ ഇതൊന്നും നടത്തിയില്ല വെച്ചാൽ നമ്മൾ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ വിഷ്ണു സഹസ്രനാമ ജപമൊക്കെ നിങ്ങൾ ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഉത്തമമാണ്. എല്ലാ ദിവസവും ചൊല്ലാൻ സാധിച്ചില്ല വെച്ചാലും നിങ്ങൾ ഈ വ്യാഴാഴ്ചകളിൽ മാത്രം ഒന്ന് ചൊല്ലാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ 6 മണി, സൂര്യോദയം എപ്പോഴാണോ, സൂര്യ ഉദിക്കുന്ന 6 മണിക്കാണെങ്കിൽ 6 മണി, അതല്ല 6:15 6:15, ആ തുടങ്ങി ഒരു മണിക്കൂർ സമയത്ത് വ്യാഴഹോര സമയമാണ് വ്യാഴാഴ്ചകളിൽ കേട്ടോ. എല്ലാ ആഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും അതാത് ഇതിൻ്റെ ഹോരകൾ നടക്കും. അതായത് ബുധനാണെങ്കിൽ ബുധൻ്റെ ഹോരയായിരിക്കും, അങ്ങനെ ശനിയാണെങ്കിൽ ശനിയുടെ ഹോര, അങ്ങനെ ഈ 1 മണിക്കൂർ സമയം ആ ഒരു വ്യാഴഹോരയായിരിക്കും. വ്യാഴഹോരയ്ക്ക് വളരെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ സമയത്ത് ഭഗവാന്റെ അടുത്ത് പോവുകയും ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിച്ചില്ല വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്കുകൊടുത്തി നാമം ജപിക്കുന്ന ആ ഒരു സമയത്ത് നാമം ജപിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. അതല്ല അമ്പലത്തിൽ പോകാൻ സാധിച്ചാൽ അപ്പോഴും പോയിട്ട് നിങ്ങൾ തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഏറ്റവും ഗുണകരമാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. അറിഞ്ഞാൽ തന്നെ ഇത് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്നല്ല. എങ്കിലും ഒരു പക്ഷേ ഈ വീഡിയോ കാണുമ്പം അങ്ങനെ സൗപർണി അങ്ങനെ പറഞ്ഞല്ലോ, എന്നാൽ പിന്നെ ഒന്ന് ശ്രമിക്കുക എന്ന് വിചാരിച്ച് ഒരാളെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചാലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നാമജപത്തിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നാമജപത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഞാനിത് എല്ലാ വീഡിയോസിലും ആവർത്തിക്കുന്നത്. നിങ്ങളിൽ ഒരാളെങ്കിലും ഈ ഒരു നാമജപത്തിലോട്ട് തിരിഞ്ഞാൽ അത്രയും ഭഗവാനിലേക്ക് നിങ്ങൾക്ക് അടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഗുരുവായൂർ, തിരുപ്പതി, നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള അമ്പലങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വ്യാഴം മറഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലും ഈ ഒരു വ്യാഴ കാലഘട്ടത്തിൽ ഈ വ്യാഴത്തിന് ഈ രാശിമാറ്റ സമയത്ത് നിങ്ങൾ പോയി തൊഴാൻ സാധിച്ചാൽ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ 7-ാണ്ട ശനിയുടെ കാലഘട്ടമാണ് ഈ മീനക്കൂറുകാർക്ക് കേട്ടോ. അവർക്ക് 7-ാണ്ടം ശനിയുടെ ആ ഒരു എന്താ പറയുന്ന ജന്മശനി എന്ന് പറയും. അവരുടെ സ്വന്തം രാശിയിൽ, അതായത് ജനിച്ച രാശിയിൽ, ഈ ഒരു നക്ഷത്രത്തിൻ്റെ രാശിയാണല്ലോ മീനക്കൂറ്. അപ്പോൾ ഈ മീനൻ രാശിയിലൂടെ ശനി കടന്നു പോകുന്ന
ഇപ്പം ഓൾറെഡി മീനൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ശനി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇനി ശനി 2.5 വർഷം കഴിഞ്ഞ് ശനിക്ക് ഇനി മാറ്റമുള്ളൂ. ഇപ്പോൾ ഈ മാർച്ചിൽ ശനി മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ 7ാം ശനി കാലഘട്ടത്തിൻ്റെ മധ്യഭാഗമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കൈകാര്യം ചെയ്യില്ല. വാഹനങ്ങൾ ഓടിക്കുന്നവരായാലും പിന്നെ പൈസ കൈകാര്യം ചെയ്യുന്നവരായാലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ശനിപ്രീതി വരുത്തുക. കാരണം എന്ന് വെച്ചാൽ പിന്നെ ശനീശ്വര ക്ഷേത്രത്തിൽ അരയാൾ പ്രദക്ഷിണം ചെയ്യുന്നത് മുഖ്യമാണ് കേട്ടോ. നമ്മൾ ഒരു പൂജയും വഴിപാടും ഒന്നും ചെയ്തില്ലെങ്കിലും അരയാൾ പ്രദക്ഷിണം കൊണ്ട് മാത്രം നമുക്ക് ശനിദോഷത്തെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അതൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നീലാഞ്ചനം പോലുള്ള വഴിപാടുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ജന്മനാൾ വരുന്ന സമയങ്ങളിൽ ഭഗവാന് പിന്നെ മുഖം ചാർത്തോ മുഴുക്കാപ്പോ അത് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക. കാരണം അത് വ്യാഴത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ വ്യാഴത്തിൽ നിങ്ങൾക്ക് പിന്നെ ജന്മനാളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വരുന്നെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ വഴിപാടുകൾ ചെയ്യാം. മുഖം ചാർത്തും മുഖം മൊത്തത്തിലുള്ള ചാർത്ത് കേട്ടോ. മുഴുക്കാപ്പെന്നാണ് അതിന് പറയുക. പല സ്ഥലങ്ങളിലും പലതായിരിക്കും പറയുന്നത്. നമ്മളുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് പറയുന്നത്. മുഴുക്കാപ്പ് എന്ന് പറയുന്നത് ഭഗവാൻ അണിയിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പൊതുവേ എല്ലാവർക്കും അണിഞ്ഞൊരുങ്ങിയിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതുപോലെ തന്നെയാണ് ഭഗവാനും. അപ്പോഴേ ദേവീ ദേവന്മാർക്കും അത് തന്നെയാണ് പ്രിയം. അപ്പോൾ നമ്മൾ ആരാണോ അണീശ്വരിക്കുന്നത് അവർക്ക് അതിൻ്റേതായ ഒരു ഐശ്വര്യം ഭഗവാൻ എന്തായാലും കൊടുക്കാതിരിക്കില്ല കേട്ടോ. സോറി, നാക്ക് പഠിച്ചോയതാ. കൊടുക്കാതിരിക്കില്ല. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. അതായത് ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എന്ന് പറയുമ്പം ഈ വർഷത്തിൽ വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലോട്ടും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. വീണ്ടും കർക്കിടകത്തിൽ നിന്ന് മിഥുനത്തിൽ വരുന്നുണ്ട്. ഇതിന് വക്രഗതി എന്നാണ് പറയുന്നത്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ഓരോ രാശിക്കാർ അവരവരുടെ രാശി എടുത്തിട്ടേ ഓരോരുത്തർ കേൾക്കുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് പറയാൻ അറിയാനായിട്ടല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഇത് ഒരിടത്ത് മാത്രം പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, അങ്ങനെയല്ല. ചില ആൾക്കാരുണ്ട് എന്നെ തന്നെ വിളിച്ച് ചോദിക്കുന്ന എത്രയോ പേരുണ്ട്, മാഡം ഈ ഒരു രാശിയെക്കുറിച്ച് ഇട്ടില്ലേ, ഈ നാളിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് അവരുടെ രാശി മാത്രം തിരഞ്ഞെടുത്ത് കാണുന്നവരുണ്ടാവും. കാരണം നക്ഷത്രങ്ങൾ നോക്കിയിട്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ വ്യാഴപ്രീതി വരുത്തി മുന്നോട്ട് പോവുക. മീനൻ രാശിക്കാർക്ക് വ്യാഴം അവരുടെ 4ാം ഭാവത്തിലേക്കിട്ടാണ് പ്രവേശിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ വലിയ ദോഷം എന്ന് പറയാനില്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ വ്യാഴപ്രീതി വരുത്തി മുന്നോട്ട് പോവുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.